അങ്ങനെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ അസർബൈജാനിൽ രാവിലെ 7 o'clock എണീറ്റ് 6 o'clock എണീറ്റു 7 o'clock എണീറ്റു. പിന്നെ 8 o'clock നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം. സോ നമ്മൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നല്ല മഴ പെയ്തു കേട്ടോ രാവിലെ തന്നെ. ഇവിടെ എല്ലാം സംഭവം പറഞ്ഞ പോലെ നല്ല ഇരുട്ട. രാവിലെ ആയാലും മഞ്ഞുള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാട്ടോ നമ്മൾ രാവിലെ തന്നെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ഇതാട്ടോ എടുത്തത് കഴിക്കാൻ വേണ്ടി. നമുക്ക് എത്ര വേണേലും എടുക്കാം, അൺലിമിറ്റഡ് ഫുഡാണ് ഇവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തി നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ. ഞങ്ങളെല്ലാം സെറ്റാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ആൾ പറയുന്ന ആളുടെ സോക്സ് കാണാനില്ല. പിന്നെ തപ്പി 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 ഞാൻ പറഞ്ഞു ഓൾറെഡി ബാഗിലുണ്ടല്ലോ, നോ എൻ്റെ കോസ്റ്റ്യൂമിന് മാച്ച് ആവുന്ന സോക്സ് വേണം. അങ്ങനെ കുറേ തപ്പി തപ്പി അവസാനം ബാഗിൽ എവിടെയോ ഉണ്ടായിരുന്ന ആളുടെ, അങ്ങനെ അതും കിട്ടി. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയി. ഞാൻ ഫ്രണ്ടിന് മാറില്ല. യെസ്, ഫ്രണ്ട് ഞാൻ ആർക്കും വിട്ടുതരില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര ആരംഭിക്കുക കേട്ടോ. ഇവിടുന്ന് കാറിൽ മ്യൂസിക് ഇട്ടതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ യൂട്യൂബിലുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത്. പലയിടത്തും മ്യൂസിക്കിൻ്റെ ഇത് വരുന്നത് കൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോഴുള്ള വ്യൂസ് ആട്ടോ ഇതെല്ലാം കാണുന്നത്. By train only 30 minutes, right? By train. ഇവിടെ റെയിലുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇപ്പോൾ സൈഡിൽ കാണാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് 30 minutes മാത്രമേ ട്രെയിനുള്ളൂ റഷ്യ ബോർഡറിൽ എത്താൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് ട്രെയിൻ കാണാൻ പറ്റില്ല, കാരണം ഗുഡ്സ് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇന്ന് ഇല്ലാന്നാ പറഞ്ഞ ആൾക്കാർ. ഇന്ന് പുറത്തൊന്നും ഇറങ്ങാത്തത് കൊണ്ട് മീൻസ് ട്രെയിനും കാര്യങ്ങളായി ട്രാവൽ എന്തോ ചെയ്യാത്ത ടൈമിൽ ട്രെയിൻ കുറവാന്നാ പറയുന്നത്. ഖബറിസ്ഥാൻ റൈറ്റ്. ഇവിടുത്തെ ഇതാട്ടോ നമ്മുടെ നാട്ടിൽ സെമിത്തേരിനെ പറയുന്നത്, ഇവിടെ ഖബറിസ്ഥാൻ എന്നാട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചോണ്ടാട്ടോ ഈ പോകുന്നത്. ഓമനപ്പുഴ കടപ്പുറത്തെ നോമലേ നല്ല മുഖമാടിയത് ഇങ്ങനെ. ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാമെന്ന് വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് പർച്ചേസും ചെയ്യാമല്ലോ കൂടെ. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കണ്ടു. ഒന്നും മേടിച്ചില്ല, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തു. നല്ലൊരു ഡ്രസ്സ് എനിക്ക് കിട്ടി. പക്ഷേ ഇവിടുന്ന് ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ. ഓപ്പോസിറ്റ് ഒരു ഷോപ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ലൊരു നൈസായിട്ടൊരു ഡ്രസ്സ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തെന്നല്ല കണ്ടിന്യൂ ചെയ്തു. അത് കിട്ടിയില്ലല്ലോ ഗൈസ്.
അങ്ങ് കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഗായ്സ്. എന്തോ അടുത്തടുത്ത് വീടുകള്. Oh my god, look at the city. This is called welcome to Sadak. Welcome guys, welcome to Sadak guys. ഇടവഴികളിലൂടെ ഈ ചേട്ടന്റെ പാട്ട് കേട്ട കോപ്പിറൈറ്റ് വരുമോ എന്തോ. എന്റെ മോനെ അങ്ങോട്ട് നോക്ക്. അവൾക്കൊന്നും കിട്ടുന്നില്ല, റോഡ് മാത്രമേ കിട്ടുന്നു. എനിക്ക് കിട്ടുന്നുണ്ട് ഗായ്സ്. ഗായ്സ് എനിക്ക് കിട്ടുന്നുണ്ട് ഗായ്സ്. Zaten avtam zaten basam komşum dedi sen bazın adam behede എന്റെ മോനെ şükür sana baksınız അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അവിടെയാട്ടോ ഞങ്ങൾക്ക് പോവാനുള്ളത്. അങ്ങോട്ടേക്ക് എത്താൻ എനിക്ക് കുറച്ച് നേരം കൂടിയേ ഉള്ളൂ. നമ്മളിപ്പോൾ വഴിയിൽ ജസ്റ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത് അവിടുന്ന്. വാ, ഇവിടെ വ്യൂ കിട്ടുന്നുണ്ട് കേട്ടാ. പോളി നല്ല വ്യൂ ആ. ഗായ്സ് ഞങ്ങൾ ഇതിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഫുള്ള് നല്ല തണുപ്പാട്ടോ. എല്ലാവരും നല്ല ഇതില് അവർ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് എല്ലാവരും. അപ്പം അതിനുള്ള നമ്മളിവിടെ ഫുള്ളൊന്ന് കറങ്ങി വ്യൂസ് കൈ കൊണ്ടൊക്കെ നമുക്ക് സ്നോ എടുക്കാം. പക്ഷെ നല്ല തണുപ്പാണ്. ഇവിടെ ഫുള്ളിന് അടുത്ത് തന്നെ ഇങ്ങനെ ഇതുണ്ട്. കൈ കൊണ്ടൊന്ന് എടുത്ത് നോക്കാവേ. പക്ഷെ അത്ര മരച്ചു പോയോണ്ടാണ് അറിയില്ല, തണുപ്പ് അറിയാത്തതാണോ അറിയില്ല ഗായ്സ്. ചോദിച്ചു നോക്കാം. അത് അടിപൊളി ഫോട്ടോസ് എടുത്തുതരും. കൈ കൊണ്ട് എടുക്കുന്നേക്കാൾ എത്ര നന്നായിട്ടുണ്ട് ഇതിനകത്ത്. വേറെ സ്നോ കൊണ്ട് പെൻഗ്വിനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്കാണെങ്കിൽ തണുപ്പുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്രയും ഇതൊക്കെ ഇട്ടിട്ട് ജാക്കറ്റ് 2 ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും നല്ല തണുപ്പ്. പക്ഷെ ആ വ്യൂ കണ്ടിട്ട് നമുക്ക് ആ തണുപ്പ് പോലും തണുപ്പിനെ പോലും നമുക്ക് എന്താ പറയുക വലിയതായിട്ട് ബാധിക്കാത്ത രീതിയിലാട്ടോ തോന്നിയത്. കാരണം ക്യാമറമാൻ ഉണ്ട്. വീഡിയോ എടുത്തോ. ചിൽ ബേബി ചിൽ. അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് ജസ്റ്റ് 2 സ്റ്റെപ്പൊക്കെ അടിച്ചിട്ട് ഞാൻ പട്ടിഷ് വർക്ക് ചെയ്ത് കൊടുത്ത് റീൽസൊക്കെ ഉണ്ടായി. സ്റ്റെപ്പൊക്കെ കാണിക്കാൻ നേരത്തെ നീ കയറി വരും അല്ലേ? ഇടയ്ക്ക് കയറുമ്പോ സാധനം ഒട്ടിച്ച് തെറിച്ചു മേടിച്ചു. ഞാൻ വീഡിയോ എടുക്കല്ലേ. ഇതിന്റെ പേരെന്തായിരുന്നു? ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഇതിലെല്ലാം കേറി. അപ്പൊ ഈ ചേച്ചിയായിട്ട് ഞങ്ങൾക്ക് ഇതെല്ലാം എടുത്തിരുന്നേ. അപ്പൊ ഇവരൊക്കെ മഞ്ഞെറിഞ്ഞ് സഹായിക്കുന്നുണ്ട് വീഡിയോക്ക് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് നോക്കാം.
വാവ് പൊളി. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഗായ്സ്. ചേട്ടാ ഹായ്, നമുക്ക് ഉള്ളോട്ട് കയറാം. ഇതിലല്ലേ ഫസ്റ്റ് ഇതിൽ കേറിട്ടില്ല പോകുന്നത്. എടാ ഫസ്റ്റ് ഇവിടെ കയറാം, എന്നിട്ട് ലാസ്റ്റ് തെന്നല്ലേ സൂക്ഷിക്കണേ. ഞാൻ കയ്യിൽ വീട്ടിട്ടുണ്ടാവേ. അയ്യോ അയ്യോ. ഞങ്ങൾ ഇതിൽ കയറാന്ന് വെച്ചു ഗൈസ്. അങ്ങനെ ഇതിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. Are you ready? Are you ready? Aishu! Oh man. ചെറിയ പേടിയാവുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ കയറി ഇവിടെ എത്തി. ഏറ്റവും ടോപ്പിലല്ല, അതിന് മീഡിയത്തിലെത്തി. എന്നിട്ട് നമ്മൾ ഇവിടെ എത്തി. ഇവിടെ ഇങ്ങനെ നോക്കുകയാണ് ഓരോ. അവിടെ ഒരു ഹോട്ടൽ പാലസ് ഉണ്ട്, പിക് പാലസ്. അപ്പൊ ഇനി ഇവിടെ നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇതേപടി ഇവിടെ വന്ന് കയറണം. എന്നിട്ട് നമുക്ക് തിരിച്ച് താഴേക്ക് നമുക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പം മെനു നോക്കി ഓരോന്നെല്ലാം ട്രൈ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ വെയിറ്റ് ചെയ്യണം ഫുഡിന് വേണ്ടി. നല്ല തിരക്കുണ്ട്. ഞങ്ങൾ കുറേ നേരം സ്നോയിലെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് പുറത്ത് വന്നിട്ട് ഇതിൻ്റെ വ്യൂ ആയിട്ട് ഫുൾ സ്നോ കൊണ്ട് മൂടി നിറച്ച് നല്ല തണുപ്പാണ്. സത്യം പറഞ്ഞാൽ അസർബൈജാനിൽ വന്നാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഷഹദ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടിപൊളി പ്ലേസ്, അടിപൊളി. ലേറ്റ് ആവും തോറും നല്ല തണുപ്പ് കൂടി വരികയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തിലേക്ക് പോവാണ്. അടുത്ത സ്ഥലം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വ്യൂസ് സത്യം പറഞ്ഞാൽ എത്ര കണ്ടിട്ടും എനിക്ക് മതിയല്ല. കുറേ നേരം കളിക്കണം തോന്നി അവിടെ. ചെറിയ പിള്ളേരെ പോലെ. ചെറിയ പിള്ളേരാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ. എന്തായാലും വി മിസ് യു. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.